സതീശ അയാളോടൊന്ന് സമാധാനപ്പെടാൻ പറ. ഞാൻ നാട് വിട്ടു പോകത്തൊന്നുമില്ലോ. ആ കാണാം, നാളെ കാണാം. ഇഷ്യൂ മാത്രമേ ഉള്ളൂ, നമുക്കിത് പരിഹരിക്കാം. ഇതിനകത്തിപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും? സാർ, ഇപ്പോൾ നമ്മളൊരു സീനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് സാർ. കഴിഞ്ഞ 6 മാസമായിട്ട് താൻ ഇത് തന്നെയല്ലേ പറയുന്നത്? സാർ, പിന്നെ ഈ വാട്ടർ ലോഗ് ഉണ്ടാകുന്നുള്ള കാര്യം നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലോ സാർ. 2 തുള്ളി വെള്ളം വീണപ്പം ആ കെട്ടിടം ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ താനൊക്കെ എന്തും പണി അവിടെ പണിഞ്ഞ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇതുപോലൊരു അവസ്ഥ. സാർ അത് നോക്കി. ആ ഇത് നോക്കിയേ. പുതിയ മാർക്കല്ലേ? പുതുതാ. ഇത് പിടിച്ചേ സാറേ, വെള്ളം. താങ്ക് യു. നാളെ പെരിയാറ് നോക്കാം. അയ്യോ സാറേ, നാളെയും കാണുകയില്ല. അതെന്നാ? എനിക്കൊന്ന് വീട് വരെ പോകണമായിരുന്നു. റോയ് വന്നില്ലേ? ഇപ്പോൾ വരുമായിരിക്കും. വിളിച്ചിട്ടെടുത്തില്ല. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഒരു തംസപ്പ് വന്നായിരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കാലത്തിനടുത്ത ശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. പ്രത്യേകമായി ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്ന മറിയാമ്മച്ചിയുടെ ആത്മാവിന് നിത്യാനന്ദം നൽകുമാറാകണമേ. ആമേൻ. ചേട്ടാ, ഇത് അവനോട് ചേട്ടായി ഒരൊറ്റ വരെയും കളിച്ചു. ചേട്ടാ സാറും ഇത് തയ്ക്കാ ചേട്ടായി. തയ്ക്കാം. നമ്മുടെ ആ മഠത്തിൽ അരുണില്ലേ, അവൻ കാനഡയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന. അവൻ കാനഡ എത്തിയോ? ഇവിടെ ഏലത്തിന് ചോട് കളിച്ചോണ്ടിരുന്ന ചക്കരാ. ഇറങ്ങി വാടാ. വാടാ. റോയി, നീ എങ്ങനെയാണ് പണിക്കൊന്ന് പോയി ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പനെ ഊറ്റിയിട്ട് ഒന്ന് പോകട്ടെ. എനിക്കേ നല്ല മാന്യമായ ജോലി ഉണ്ട് കേട്ടോ. ജോലി ആ വർഗീസേട്ടനെ മോളുടെ പുറകെ കിടക്കാനുള്ള കാശെങ്കിലും കിട്ടുവാടാ. ഇതിലൂടെ അങ്ങനെ ഒരു പരിപാടി കേട്ടെ, 100 രൂപ തന്നതല്ലോ. അവന് നല്ല ഫ്രണ്ടാ. ഞാനേ സ്ഥലം തീയും കൂടാ. നിന്റെ ഈ വെള്ളത്തിലൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടല്ലോ. എടാ, നീ കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്ക്. വലത്തറച്ച് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ട് എത്ര നാളായല്ലേ? ആന്നേ,
നമ്മളിങ്ങനെ വല്ലപ്പോഴും കൂടിയാൽ പോരുന്നേ. ഇത്തവണ അപ്പൻ്റെ പിറന്നാൾ നമുക്കങ്ങ് ആഘോഷമാക്കിയാലോ? ആ അത് നല്ല ഐഡിയ. എന്നാത്തിനാടാ? വീതം വെപ്പിനാണോ? എൻ്റെ അപ്പം അപ്പനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തിനാണ്? ഞങ്ങളുടെ കൂടെ വന്ന് നിന്നൂടെ? എന്നാത്തിനാ പിവാസി? എന്നേലും വന്നു പോയാൽ ആര് നോക്കും? എന്തോ ഒരു സ്നേഹമാണോ. നീ ബീഫ് എടുത്ത് കഴിക്കാൻ നല്ലതാണ്. ടാറ്റാ. ഫ്രൈഡേ PTA മീറ്റിംഗ് ഉണ്ട്. അമ്മ ഒരുടി. വേണ്ട, എന്താണ്? പപ്പ വന്നാൽ മതി. എന്താണ് നീ അവിടെ വല്ലതും ഒപ്പിച്ചാ? ചെറുതായിട്ട്. അവരെന്നെ കൊല്ലുവോ? ഏയ് അത്രയ്ക്കൊന്നുമല്ല. ഞാൻ വരാം. താങ്ക് യു പപ്പ. എല്ലാം ഓക്കെയാണ്, പക്ഷെ പഠിത്തം ഉഴപ്പിയാലാണ്. മമ്മി രാവിലെ ഇച്ചിരി കലിപ്പ് മോടാണ്. എന്ത് പറ്റി? അറിയത്തില്ല. ആനി, ആ ദോശ കലക്കി. ഹലോ, ഇതെന്നാ പറ്റി? ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. കാര്യം പറ നീ. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ കെട്ടിപ്പിടിച്ചോണ്ട് ഈ കാട്ടുമുക്കിൽ ഇരിക്കത്തേ ഉള്ളൂ. ആ അത്രേ ഉള്ളോ? എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു. നീ എന്താ നോക്കണത്? എടുത്ത് കഴിക്ക്. എൻ്റെ ആനി, ഞാൻ ഇന്നലെ അപ്പനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഒന്ന് അടങ്ങ്, നമുക്ക് ശരിയാക്കാന്ന്. ശരിയാക്കും. ഞാൻ എത്ര കൊല്ലം ഇത് കേൾക്കുന്നു. അയ്യോ 9:00 വേണ്ടാ, കഴിച്ച് വെച്ചേ. മോള് വെച്ചു. ആ എത്ര? 50. ചേട്ടായിക്ക് അറിയാൻ മേലേട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അങ്ങോട്ട് വയ്ക്കും. ചേട്ടായി മോളെ കെട്ടിക്കണ്ടേ? ചേട്ടായിക്കറിയാലോ, ഞങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ്. ആ കേസ് ഞാൻ പിൻവലിച്ചോളാമെന്ന് പറയണ്ടേ വക്കീലേ? ഈടാ പാപ്പി, നീ കേസ് നടത്തിയ ഞാൻ അണ്ണാക്കി കയറ്റിക്കളെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്കും നിനക്കും തന്നു ഒരുപോലെയാ. പിന്നെ നിനക്ക് കിട്ടിയ സ്ഥലം, അതും വീടും നീ ആയ കാലത്ത് ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും തൊലച്ചില്ലേടാ. ഞാൻ എല്ലു മുറിയെ പണിതെടുത്തുണ്ടാക്കിയ മുതലാ. അതിന് പുറകെ നീ വരണ്ട, ഞാൻ ഒട്ടും തരുകയില്ല. കേട്ടോ കേട്ടോ വക്കീലേ, ചേട്ടായി പറയുന്ന ന്യായം കേട്ടോ. ഇതിലിപ്പോ ഞാൻ എന്നാ പറയാനാ പാപ്പി? വക്കീൽ കൂടുതലൊന്നും പറയണ്ട, ന്യായത്തിൻ്റെ കൂടെ നിന്നേച്ചാ മതി. അതെന്തായാലും നിൽക്കുമല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുകയില്ല. പോയി പോ. ചുമ്മാതല്ലോ. അവസരപ്പെട്ടു. വഴക്കും വക്കാണൊക്കെ കള ആടിച്ചിട്ട് ബുദ്ധിമുട്ടില്ല. സോണിക്കൊച്ചിന്റെ കാര്യല്ലേ? ആ അതൊക്കെ അങ്ങ് നടന്നോളൂ. മരത്തിൻ്റെ അപ്പുറത്തേക്ക് 1.5 മീറ്റർ. ശരി സാർ. ജോസി, മരം, രണ്ടാമത്തെ മരം. സാറേ ഒന്ന് നോക്കി.
2.5. ആ. അടുത്ത പോയിന്റ് വെച്ചോ, ഞാൻ അതേ വരുന്നേ. എൻ്റെ വർഗീസ് എന്നെ നേരിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞതല്ലേ. അല്ല സാറേ, ഈ കുളം കുത്താനുള്ള പെർമിഷൻ എടുത്തിട്ട് ആ ജോയി അവിടെ പാറ പൊട്ടിച്ച് വിറ്റോണ്ടിരിക്കുന്നത്. എന്തായാലും അയാളുടെ ലൈസൻസിലല്ലേ പ്രവർത്തിക്കുന്നത്, അതെനിക്കെങ്ങനെ തടയാൻ പറ്റും? അല്ല അല്ല സാറേ, ഈ അത് കുളം കുത്താൻ ലൈസൻസ് അല്ലേ, അല്ലാതെ പാറ പൊട്ടിച്ച് വിൽക്കാനുള്ളതല്ലല്ലോ. പാറ പൊട്ടിച്ചാലേ കൊളാവുകോളെന്ന് അയാൾ പറഞ്ഞ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിയമമല്ലേ സാറേ. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ പോയി കളക്ടറെ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുക്കും. അതല്ലാണ്ട് ഇത് എന്നെക്കൊണ്ട് കൂട്ടിയ കൂടുതൽ കാര്യമല്ല, അതുകൊണ്ടാണ്. ചേച്ചി വർഗീസേട്ടൻ വർഗീസേട്ടൻ മുകളിലുണ്ട്, നീ ചെല്ലേ. നിന്റെ അപ്പനെ തേടി അപ്പുറത്ത്. ഈ മഴയത്ത് വണ്ടി എടുക്കുന്നേ. അല്ല എന്നായി പോയാലും ഓ, അത് നടപടിയാണെന്ന് തോന്നുന്നില്ല. കോറി പൂട്ടിക്കാൻ 100,000 നൂലാമലാണെന്നാണ് നിന്റെ ചേട്ടച്ചാര് പറയുന്നത്. കയ്യിലെ കനത്തിലൊന്നും കരുതിയല്ല പോയത്, അതുകൊണ്ടായിരിക്കും. ആ നാറിയുടെ കോറി പൂട്ടിച്ചിട്ട് വേണം മനസമാധാനമായിട്ട് 2 അടിക്കാൻ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞാ എന്നതാണേലും ഇറങ്ങി തിരിച്ചില്ലേ, പൂട്ടിച്ചിട്ട് തന്നെ കാര്യം. അതിപ്പം സുപ്രീം കോടതി വരെ പോയിട്ടാണേലും വേണ്ടുകയില്ല, അല്ല പിന്നെ പൂട്ടിച്ചിരിക്കും. അവരെൻ്റെ കൂടെ ഉണ്ടെന്നേ, ഞാൻ അവരോട് പറയാം. ഞാൻ ശരിയായിക്കോളാം. ഞാൻ പറഞ്ഞോളാം അറിയട്ടാ. ഞാൻ പറയാം സാറേ. മാക്സിമം ഒരു 2 മാസത്തേന് നമുക്ക് ഈ കച്ചവടം എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസ പോകും. എന്നാ നീ അടിയും മേടിക്കും, പറഞ്ഞേക്കാം. എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ എന്നെ ഇതിൽ പിടിച്ചിടരുത്. നിങ്ങളും ആ നായരും തമ്മിലാണ് ഇടപാട്. അറിയാം സതീശ, ഞങ്ങളുടെ ഫാമിലി കുറച്ച് ഫണ്ട് ബ്ലോക്കായി കിടപ്പുണ്ട്, അതൊന്നും വന്നാൽ തീർന്നു. ആ ഡിലേ ഉടനെ പരിഹരിക്കണം, അല്ലെങ്കിൽ നിന്റെയൊക്കെ വീടിന്റെ ചോരന്റെ മുകളിൽ ഈ ഞാൻ തന്നെ ഒന്ന് ജപ്തി നോട്ടീസ് ഒട്ടിക്കേണ്ടി വരും. ചേട്ടായി, ഞാൻ അപ്പോഴേ പറഞ്ഞ കേട്ടോ വിളിക്കണ്ടെന്ന്. എൻ്റെ പൊന്ന് സാറേ, കുറച്ചു നേരം ഒന്നും ഉണ്ടായിരിക്കോ? മനുഷ്യനിവിടെ മുള്ള നിൽക്കുക. അതിൽ വലിയ മുള്ള എൻ്റെ ആലയില്, മനസ്സിലായോ? നിന്റെയൊക്കെ അപ്പം വിചാരിച്ച ഈ പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. നിന്റെ അപ്പന് എന്തപ്പനാടാ? കുറച്ചുകൂടെ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹരിച്ചാണെന്ന്. അതെ, ഇന്നിവിടെ എന്നതൊക്കെ സംഭവിച്ചാലും ശരി, അവന്റെ ഒരൊറ്റ ലോറി പോലും ഇതിലെ കടന്നു പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ, മനസ്സിലായല്ലോ? വരുന്നുണ്ട്. എന്താ വർഗീസ്, എന്താ പ്രശ്നം? ജോയി, ഈ പാറ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീയൊക്കെ പറയുമ്പോ പൊട്ടിക്കാനും പൊട്ടിക്കാതിരിക്കാനും പാറമാണ് നിന്റെ തന്തയുടെ വകയല്ല. ആരുടെ തന്തര വകയാണ് നമുക്ക് നോക്കാം. നമുക്ക് കാണാം. കാണാം. ഇതവിടെ പ്രശ്നം എന്താ? സാർ ഞാൻ നിയമം തെറ്റിച്ചൊന്നും ചെയ്യുന്നില്ല. ഇവന്മാർ വെറുതെ കയറി ഉണ്ടാക്കുക. സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. വണ്ടി എടുത്തേ. മാറി അതിനാ പരിപാടി സാറേ. സാർ ഇപ്പോൾ ഇവിടെ തീരുമാനം ഉണ്ടാക്കുക. നിയമം നോക്കാൻ ഇവിടെ പോലീസുണ്ട്. മാറിക്കടാ ചേട്ടായി. അവിടെ നിന്നെല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള കൂറ അവിടെ കാണിച്ചാൽ മതി. വെറുതെ എനിക്ക് പണി ഉണ്ടാക്കല്ലേ. വണ്ടി എടുത്ത് പോ.
പോ 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 മാറി നിൽക്കണം അങ്ങോട്ട്. വണ്ടി എടുത്തോ മാറി നിൽക്കണം അങ്ങോട്ട്. വണ്ടി എടുത്തോ പോട്ടെ പോ പോ. ഇനി നിനക്ക് എന്നാത്തിൻ്റെ കേടാണ്? നീ കുറെ പഠിച്ചതല്ലേ? നാട്ടുകാരെ പരിപോഷിപ്പിക്കാൻ നിൽക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. പിന്നെ ചേട്ടന്മാരാകുമ്പോൾ അനിയന്മാരെ തല്ലിന്നൊക്കെ ഇരിക്കും. അത് നന്നാൻ വേണ്ടിയിട്ട്. ഓ അടുത്ത ജംഗ്ഷനാകുമ്പോൾ ഒന്ന് ചവിട്ട്. പിന്നെ ഇറക്കി വിടണം. ഓ ഇറങ്ങിക്കൂടാ. അവൻ ഇറങ്ങിയോടി. അവൻ കിടന്നു ചായ. എന്നാ ചായ റോയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എന്നാത്തിന്? അതവൻ്റെ കയ്യിലിരിപ്പിന് കിട്ടിയതല്ലേ. ഓ പിന്നെ എനിക്കറിയാത്ത പോലെ. കാര്യം എന്നാന്ന് പറയുന്നേ? മടുത്തടി. ഓരോ നാളുകൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഇതിപ്പോ എന്നാ ഇങ്ങനെ തോന്നാൻ? ഒന്നുമില്ല. നീ ഏതെങ്കിലും ന്യൂസ് ചാനലൊന്നും വെച്ചാൽ